ഹണിമൂൺ ആഘോഷിക്കാനായി ബോട്ടിൽ ട്രിപ്പ് പോയ ഹീറോയിൻ ഒരു അപകടത്തിൽപ്പെടും. അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട ഒരു ഐലൻഡിലെത്തും. കൂടെയുള്ളതോ ഷിപ്പിൽ വർക്ക് ചെയ്ത പയ്യനും. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2005 ഇറങ്ങിയ സർവൈവൽ ഐലൻഡ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പോൾ വെൽക്കം ടു മൂവി സെൻറ്റർ മലയാളം. നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയിനായിട്ടുള്ള ജെന്നിഫറിനെ കാണിക്കും. അവളൊരു കടൽ തീരത്ത് വന്ന് കിടക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പിന്നീട് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ജെന്നിഫറും അവളെ കെട്ടിയവനായിട്ടുള്ള ജായ്ക്കും പിന്നെ 2 കൂട്ടുകാരും കൂടെ കാർണിവൽ ആഘോഷിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ ട്രിപ്പ് പോകാനുള്ള ബോട്ടിലേക്ക് വരും. അങ്ങനെ ഇവർ വന്ന ഉടനെ തന്നെ ഈ ഷിപ്പിലെ ക്യാപ്റ്റൻ വന്ന് 4 പേരെ വെൽക്കം ചെയ്ത ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും. ആ ടൈമിലാണ് ഈ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ പടത്തിലെ ഹീറോയുമായ മാനുവലിനെ കാണിക്കുന്നത്. അവൻ ഏതോ ഒരു പെണ്ണുമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞ് ദേഷ്യം വന്ന് നമ്മുടെ ഹീറോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പെണ്ണിനെ അടിക്കും. അങ്ങനെ അടി കൊണ്ട് ദേഷ്യം വന്ന അവൻ്റെ ലവറോ ഇനി പകരം വീട്ടിയില്ലെങ്കിൽ നീ കണ്ടോ, നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി തന്നെ ബോട്ട് കടലിലേക്ക് പോകും. പിന്നീട് എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ച ശേഷമോ ജെന്നിഫറും ജായ്ക്കും കൂടെ ഒരു റൂമിലേക്ക് പോയി അവരുടെ ഹണിമൂൺ എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ അപ്പുറത്തെ മുറിയിൽ നിന്ന് നമ്മുടെ ഹീറോ കേൾക്കുന്നുമുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ ഹീറോയുടെ ലവർ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്യുന്നതായി നമ്മളെ കാണിക്കും. കയ്യിലൊരു ബൊമ്മയൊക്കെ വെച്ചുകൊണ്ട് എന്തൊക്കെ ഒരു ബ്ലാക്ക് മാജിക്ക്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതായി കാണിക്കും. പിറ്റേ ദിവസം ഫിഷിംഗ് ഒക്കെ ആയിട്ട് എല്ലാവരും ബോട്ടിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിൽ ജായ്ക്ക് ഹീറോയോട് ഒരു ബിയർ എടുത്തുകൊണ്ട് വരാൻ പറയും. പക്ഷേ നമ്മുടെ ഹീറോ അത് എടുത്തുകൊണ്ട് വരാൻ കുറച്ച് താമസിച്ച് പോകും. ഇത് കണ്ട് കലിപ്പായിട്ട് ജായ്ക്ക് അവനെ കുറേ വഴക്ക് പറയും. അങ്ങനെ ദേഷ്യം വന്ന് നമ്മുടെ ഹീറോയും അടുക്കളയിലേക്ക് പോകും. ആ ടൈമിൽ തന്നെ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഹീറോയെ സമാധാനിപ്പിക്കാൻ നോക്കും. പുള്ളി പറയും, നീ ഇതൊന്നും കാര്യമാക്കണ്ട, അവരെത്രയൊക്കെ പറഞ്ഞാൽ നമ്മളെ ക്ലൈൻറ്റാണ്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്നൊക്കെ. പക്ഷേ ഹീറോ ഇതൊന്നും മൈൻഡ് കൂടിയാക്കത്തില്ല. അവൻ പറയും, എങ്കിൽ നിങ്ങൾ അവന് വേണ്ടി പണിയെടുത്തോ, എനിക്കിനി അതിന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുള്ള ടവലെടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞ ശേഷം അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങും. പക്ഷേ അവൻ്റെ ടവല് പോയി അവിടുത്തെ ഗ്യാസിലേക്ക് വീഴും. അതുകൊണ്ട് തന്നെ അവിടെ മുഴുവൻ തീ പിടിക്കും. പക്ഷേ ഇത് നമ്മുടെ ഹീറോ അറിഞ്ഞുകൊണ്ട് ചെയ്തതുമല്ലായിരുന്നു. അങ്ങനെ ഇത് കണ്ട് ക്യാപ്റ്റൻ ഇത് കെടുത്താനായി വരുമ്പോഴോ അവിടെ മുഴുവൻ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി അവരുടെ ക്ലൈൻറ്റിനെ ഒരു ലൈഫ് ബോട്ടിലേക്ക് കയറ്റി വിടും. അങ്ങനെ 4 പേരും ആ ബോട്ടിൽ പോകുന്ന ടൈമിലാണ് അവിടെ കാറ്റും മഴയും എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോട്ട് മറിയുകയും ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്നതാണ് നമ്മുടെ ഹീറോയിൻ ഇങ്ങോട്ടേക്ക്. അതായത് മൂവിയുടെ ആദ്യം കാണിച്ച ഐലൻഡിലേക്ക്. ജെന്നിഫർ അവിടെ വന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയും അങ്ങോട്ടേക്ക് വരും. അവരവിടെ നിന്ന് പതിയെ നടന്നു വന്നുകൊണ്ടിരിക്കും. ആ ടൈമിൽ തന്നെ ക്യാപ്റ്റൻ്റെ ബോഡിയും അങ്ങോട്ടേക്ക് വരും. ഇത് കണ്ട ഹീറോയിൻ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലും. പക്ഷേ ക്യാപ്റ്റൻ ഓൾറെഡി ഡെഡായിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയും അങ്ങോട്ടേക്ക് വരും. ഹീറോയ്ക്കും ക്യാപ്റ്റൻ ഡെഡായെന്നുള്ള കാര്യം പിടികിട്ടും. അതുകൊണ്ട് തന്നെ അവൻ ഹീറോയിനെ വിളിച്ചുകൊണ്ട് ഒരു പഴകിയ ബോട്ടിൻ്റെ അടിയിലേക്ക് പോകും. കുറച്ച് കഴിഞ്ഞ് നല്ല കാറ്റും മഴയും വരും. 2 പേർക്കും തണുപ്പെന്നുള്ളത് കൊണ്ട് തന്നെ 2 പേരും കെട്ടിപ്പിടിച്ചിരിക്കും. പിറ്റേ ദിവസം ഹീറോ കടലിനടിയിലേക്ക് പോയി കഴിക്കാനുള്ള മീനൊക്കെ പിടിച്ചുകൊണ്ട് വരും. കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ ബിക്കിനിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ചോദിക്കും, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന്. ഹീറോ പറയും, നമ്മളിപ്പോൾ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വന്നാലും ആഴ്ചകളും വർഷങ്ങളും വരെ എടുക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ രക്ഷയ്ക്കായി നമുക്കൊരു വീടുണ്ടാക്കാമെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 2 പേരും തെങ്ങിൻ്റെ ഓലയൊക്കെ എടുത്ത് അവരെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഒരു വീടുണ്ടാക്കും. വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഹീറോയിൻ വളരെ വിഷമിച്ചിരിക്കും. ആ ടൈമിൽ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ നീന്താൻ വാ, മൈൻഡിലുള്ള എല്ലാ വിഷമവും പോകുമെന്ന് പറഞ്ഞ് ഹീറോ അവനിട്ട് ഷോർട്സ് എല്ലാം അഴിച്ചിട്ട് ന്യൂഡായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇത് കണ്ട ഹീറോയിൻ അവളിട്ട് ബിക്കിനിയൊക്കെ അഴിച്ച ശേഷം ഹീറോയുടെ കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങും. ആ ടൈമിൽ ഇവള് ഹീറോയോട് ചോദിക്കും, നീ എന്നൊരു പെണ്ണുമായിട്ട് അടിയുണ്ടാക്കിയില്ലേ, അതാരാണെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് കലിപ്പ് വരും. അവൻ പറയും, നീ നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞ് ഹീറോയിനോട് ചൂടാകും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിന് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ അവൾ അപ്പം തന്നെ വെള്ളത്തിന് കയറിപ്പോരും. അന്ന് രാത്രി 2 പേരും ഒന്നും തന്നെ മിണ്ടത്തുമില്ല. പിറ്റേ ദിവസം ഹീറോ മീൻ പിടിക്കാനായി പോകും. ആ ടൈമിലാണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയുന്നത്, ഞാൻ നിൻ്റെ അടുത്ത് നീ ഒന്നും ചോദിക്കത്തില്ല, നമുക്ക് പഴയ പോലെ വീണ്ടും ഫ്രണ്ടായിരിക്കാമെന്ന്. അങ്ങനെ വീണ്ടും 2 പേരും തമ്മിൽ ഫ്രണ്ട് ആകുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഹീറോ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൈമിലാണ് ജായ്ക്ക് അവിടെ കിടക്കുന്നത് കാണുന്നത്. ജായ്ക്കിനെ കണ്ട ഉടനെ തന്നെ ഹീറോ അവനെയും എടുത്തുകൊണ്ട് ദ്വീപിലേക്ക് വരും. ജായ്ക്കിനെ ദൂരെ നിന്ന് കണ്ട ഹീറോയിൻ അവിടെ ഓടി വരും.
നീ എന്താ ഇത്ര നാളെടുത്ത് ഇവിടെ വരാനെന്നൊക്കെ ജാക്കിനോട് അവൾ ചോദിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരെന്തി എന്നൊക്കെ ഹീറോയിൻ ചോദിച്ച ശേഷം ജാക്കിനെ വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോകും. കുറച്ച് കഴിഞ്ഞ് ജെനിഫറും ഹീറോയും മീൻ പിടിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിൽ ഇത് കണ്ട് ജാക്കിന് അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഇവർ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ ജാക്കിന് തോന്നും. അതുകൊണ്ട് തന്നെ ജായ്ക്ക് അത് നേരെ പോയി ജെനിഫറിനോട് ചോദിക്കും, 2 ദിവസമായിട്ട് നിങ്ങൾ ഒന്നിച്ചാണുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന്. ഇത് കേട്ട ജെനിഫർ പറയും, അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല, ഇനി അഥവാ നടന്നിട്ടുണ്ടെങ്കിലും നീ അങ്ങനെ തന്നെ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജെനിഫർ വെള്ളത്തിലേക്ക് ഓടിപ്പോകും. പക്ഷേ ഇതൊന്നും ജായ്ക്കിന് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് 3 പേരും കഴിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിൽ ജായ്ക്കും ഹീറോയും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് അടിയുണ്ടാകും. അതുകൊണ്ട് തന്നെ 2 പേരും കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പിറ്റേ ദിവസം ജായ്ക്കും ജെനിഫറും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് നമ്മുടെ ഹീറോ മീൻ പിടിക്കാൻ പോകുന്നത്. ഇത് കണ്ട ജായ്ക്ക് അവിടെ നിന്ന് പറയും, ജെനിഫറിന് നിൻ്റെ കൂടെ മീൻ പിടിക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഇത് കേട്ട ഹീറോ പറയും, എനിക്ക് ഓക്കെയാ, ഇനി ജെനിഫറിന് ഓക്കെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ജെനിഫർ ജായ്ക്കിനോടുള്ള കലിപ്പിൽ ആ ഹീറോയുടെ കൂടെ പോകും. അങ്ങനെ 2 പേരും തിരിച്ചു വരുമ്പോഴാണ് കാണുന്നത് അവരുണ്ടാക്കിയ വീട് 2ആക്കി വെച്ചേക്കുന്നത്. ഇത് വേറെ ആരുമല്ല, ജായ്ക്ക് തന്നെയാണ് ചെയ്തത്. ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയിൻ അവനോട് ചൂടാകും. അവൾ പറയും, ഇത് ശരിക്കും ഹീറോ ഉണ്ടാക്കിയ വീടാണ്, അതുകൊണ്ട് തന്നെ അവനാണ് ഇവിടെ കിടക്കാൻ അവകാശം, നമുക്ക് വേണേൽ അപ്പുറത്തെ ചെറിയ വീട്ടിൽ കിടക്കാമെന്നൊക്കെ. ഇത് കേട്ട ഉടനെ തന്നെ ജായ്ക്ക് പറയും, നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ 3 പേർക്കൊന്നും കിടക്കാൻ പറ്റത്തില്ല, നിങ്ങൾ 2 പേരെ അവിടെ പോയി കിടന്നോ, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ നോക്കിക്കൊള്ളാമെന്ന്. ഇവൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ 2 പേരും അവിടെ നിന്ന് പോകും. കുറച്ച് കഴിഞ്ഞ് 3 പേരും കഴിക്കാനിരിക്കുമ്പോഴോ വീണ്ടും ഹീറോയും ജായ്ക്കും തമ്മിൽ അടിയുണ്ടാകും. ഹീറോ പറയും, നിൻ്റെ കാശ് കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് എൻ്റെ ഫുഡാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഫുഡ് വേണമെങ്കിൽ നിങ്ങളതിനെ കണ്ടുപിടിച്ചോളം പറയും. അങ്ങനെ ഹീറോയിൻ ഇവരെ 2 പേരുടെയും ഇടയ്ക്ക് പെട്ടുപോകും. ഒരു വഴിയുമില്ലാതെ ഹീറോയിൻ ആ ജായ്ക്കിൻ്റെ കൂടെ തന്നെ പോകും. പിറ്റേ ദിവസം 2 പേരും കാട്ടിൽ പോയി ഫുഡ് അന്വേഷിക്കും. പക്ഷേ അവർക്ക് ഒന്നും കിട്ടില്ല. ആ ടൈമിൽ തന്നെയോ നമ്മുടെ ഹീറോ കടലിൽ പോയി മീനൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ജെന്നിഫറിന് നല്ലപോലെ വിശക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, അവൾ ജായ്ക്കിൻ്റെ കൂടെ ആയിപ്പോയല്ലോ. കുറച്ച് കഴിഞ്ഞ് ജായ്ക്ക് ഹീറോയിനോട് പറയും, ഞാൻ കടലിൻ്റെ ഇടയിൽ പോയി മീനെ നോക്കിയിട്ട് വരാം, നീ അതുവരെ ഇവിടെ ഇരിക്കാൻ. ഇതിലിപ്പോൾ വിഷയം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഗോഗിൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ എളുപ്പത്തിൽ ഫിഷിങ് നടത്തിയതും. പക്ഷെ നമ്മുടെ ജെനിഫറിന് ഒട്ടും വിശപ്പ് സഹിക്കാൻ പറ്റാതാകും. അതുകൊണ്ട് അവൾ നമ്മുടെ ഹീറോയുടെ അടുത്ത് പോയി വാങ്ങിച്ച് കഴിക്കും. എന്നിട്ട് ജായ്ക്ക് വരുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞ് ജായ്ക്ക് വരുന്നതോ വെറും കൈയോടെ. പക്ഷേ ജെനിഫർ കഴിച്ചിട്ടുണ്ടെന്നുള്ള വിഷയം അവന് പിടികിട്ടുകയും ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം ജായ്ക്ക് വന്ന് ഹീറോയുടെ കയ്യിലുള്ള ഗൂഗിൾസ് അവൻ ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ എടുക്കും. എന്നിട്ട് അവൻ ഫിഷിങ്ങിന് പോവുകയും ചെയ്യും. ഇത് കണ്ട ഹീറോയോ അവനെ കൊല്ലാനായിട്ട് ഒരു വടിയെടുത്ത് കലിപ്പായിട്ട് പോകും. പുറകെ തന്നെ ഹീറോയിൻ ഇവനെ തടയാനായിട്ട് പോകും. ആ ടൈമിൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ തോന്നും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പലതും നടക്കുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞ് 2 പേരും ഒന്നും നടക്കാത്ത പോലെ ഇരിക്കും. അങ്ങനെ ജായ്ക്ക് കൈ നിറച്ച് മീനൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ടേക്ക് വരും. ആ ടൈമിൽ നമ്മുടെ ഹീറോ ജായ്ക്കിനെ നോക്കി ഒന്ന് ചിരിക്കും. ജായ്ക്ക് ഹീറോയിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്ത് പറ്റിയെന്ന്. അവൾ പറയും, നീ അവൻ്റെ ഗൂഗിൾ എടുക്കാനേ പാടില്ലായിരുന്നു, അതെടുത്തത് കൊണ്ട് നീ വിചാരിച്ചതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പലതും നടന്നെന്ന്. ഇത് കേട്ട ജായ്ക്കോ കലിപ്പായിട്ട് അവളുടെ മുടി പിടിച്ച് അങ്ങോട്ട് വലിച്ചോണ്ട് പോയി ഹീറോയുടെ അടുത്തേക്ക് ഇടും. എന്നിട്ട് പറയും, എനിക്കിനി നിന്നെ വേണ്ടെന്ന്. ജായ്ക്ക് അങ്ങനെ കലിപ്പ് സഹിക്കാൻ പറ്റാതെ ആ ദ്വീപിലെ ഒരു കാട്ടിലേക്ക് പോകും. അങ്ങനെ ഹീറോയിന് കുറച്ച് ദിവസം മുഴുവൻ ആ ദ്വീപിൽ ജായ്ക്കിനെ അന്വേഷിച്ചിട്ട് അവനെ അവിടെ എങ്ങും കിട്ടത്തില്ല. അങ്ങനെ ജായ്ക്ക് ഒരിക്കൽ ഫിഷിങ്ങിന് പോകുമ്പോഴാണ് അവൻ പൊട്ടിപ്പൊളിഞ്ഞൊരു ബോട്ട് കാണുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ അവൻ അതും എടുത്തുകൊണ്ട് കരയിലേക്ക് വരും. ഇവനെ കണ്ട ഉടനെ തന്നെ ഹീറോയും ജെന്നിഫറും അങ്ങോട്ടേക്ക് ഓടി വരും. പക്ഷെ അവൻ 2 പേരെയും അടുപ്പിക്കത്തില്ല. അവൻ 2 പേരെ മാറ്റി നിർത്തിയിട്ട് തനിയെ ആ ബോട്ട് ശരിയാക്കും. അന്ന് രാത്രി ജായ്ക്കിനെ കലിപ്പാക്കാമെന്നോർത്ത് ഹീറോയും ജെന്നിഫറും കടലിന് നടുക്ക് പോയി പലതും കാണിക്കും. ഇതെല്ലാം നിലാവിൻ്റെ വെളിച്ചത്തിരുന്ന് നമ്മുടെ ജായ്ക്ക് കാണുന്നുമുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഹീറോയും ജെന്നിഫറും ജായ്ക്ക് അറിയാതെ അവനുണ്ടാക്കിയ ബോട്ടും എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ പകുതി എത്തുമ്പോഴാണ് അവർക്ക് പിടി കിട്ടുന്നത് ജായ്ക്ക് അവരെ കൊല്ലാനാണ് നോക്കിയതെന്ന്. കാരണം ആ ബോട്ടിൽ വലിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 2 പേരും മുങ്ങാനും തുടങ്ങും. എങ്ങനെയൊക്കെയോ ഹീറോയിൻ രക്ഷപ്പെട്ട് അവിടുന്ന് നീന്തി കരയിലേക്ക് എത്തും. ആ ടൈമിലാണ് ജായ്ക്ക് ഹീറോയെ കൊല്ലാനായി റെഡിയായി നിൽക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയോ ജെന്നിഫറും ഹീറോയും അവൻ്റെ അടുത്ത് ഓടി രക്ഷപ്പെട്ട് കാട്ടിലേക്ക് പോകും. അവൻ കാട്ടിപ്പോയാലും കൊല്ലുമെന്നുള്ള വാശിയിലാണ് നമ്മുടെ ജായ്ക്ക്. 2 പേരും ജായ്ക്കിനെ പേടിച്ച് ആ കാട്ടിക്കൂടെ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇവർ ജായ്ക്കിനെ കണ്ടുമുട്ടുകയും ചെയ്യും. പിന്നെ ഹീറോയും ജായ്ക്കും തമ്മിൽ നല്ല അടിയാകും. ഈ ഒരു ടൈമിലെല്ലാം ഹീറോയുടെ പഴയ ലവർ അവന് വേണ്ടി ബ്ലാക്ക് മാജിക് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്.
എന്തൊക്കെയോ ഭ്രാന്ത് പിടിച്ച് ഡാൻസ് കളിക്കുന്നതായി കാണിക്കും. അത് നമ്മുടെ ഹീറോയെ കേൾക്കുകയും ചെയ്യും. ഹീറോ ഒരു വലിയ കല്ലെടുത്ത് ജാക്കിനെ കൊല്ലാനായി നോക്കും. ആ ടൈമിലാണ് ഹീറോ പുറകിലേക്ക് വീണ് അവൻ അവിടെ ഡെഡാകുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ദ്വീപിൽ ജെനിഫറും ജാക്കും മാത്രമുള്ളൂ. കുറച്ച് മന്തായിട്ട് അവർ അവിടെ തന്നെയാണ് ഉള്ളതും. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ബോട്ടിൽ വന്ന കുറച്ച് പേര് ഇവളെ കാണുന്നത്. കണ്ട ഉടനെ തന്നെ ഇവളെ ബോട്ടിൽ കയറ്റി അവർ രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ആ ടൈമിൽ ജാക്ക് അവിടെ ഫിഷിങ് നടത്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. ബോട്ടിലുള്ളവർ അവനെ ഒട്ട് കണ്ടുമില്ല. ഹീറോയിനാണെങ്കിലോ അവനവിടെ പെട്ടുപോകട്ടെ എന്നോർത്ത് അവരോടൊട്ട് പറഞ്ഞുമില്ല. അങ്ങനെ ഇവിടം കൊണ്ട് ഈ മൂവിയും തീരും.